അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു യാത്ര. നമ്മളിപ്പോൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. 21 വർഷങ്ങൾക്ക് ശേഷം ഹസ്ബൻഡ് സ്കൂൾ ഫ്രണ്ട്സിനെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അവരെല്ലാവരും കൂടെ ഒരു റീയൂണിയൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് കൊല്ലത്തേക്ക് പോകും. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കും അതുപോലെ തന്നെ അക്കുട്ടിന് സ്കൂളും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 1 വീക്ക് ലീവ് എടുത്തിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. 5 മണിയാകുമ്പോഴേക്ക് നമ്മൾ മാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു 6:45 ആകുമ്പോഴേക്ക് പയ്യന്നൂർ എത്താറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ നല്ല പഴംപൊരിയും കട്ട്ലറ്റും ഉള്ളിവടയും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ 3 ദിവസത്തെ വ്രതത്തിലാണ് ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് വെജിറ്റേറിയൻ ആയിരുന്നു കഴിച്ചത്. ഞാൻ പഴംപൊരിയും ഉള്ളിവടയും പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചു. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ നേരെ പോകുന്നത് പയ്യന്നൂരേക്കാണ്. പയ്യന്നൂരിൽ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവരെയും കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് പയ്യന്നൂർ ടൗൺ. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. അമ്മ ഇവിടെ ഉണ്ട്. അങ്ങനെ അമ്മേനെ കണ്ടു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. രാത്രി യാത്ര ആയതുകൊണ്ട് തന്നെ അധികം സമയം അവിടെ ചിലവഴിച്ചില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ നമ്മളൊരു തട്ടുകടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ആ ഭാഗത്തായിരുന്നു. അവിടെ നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കപ്പ, പുട്ട്, അതുപോലെ തന്നെ ബീഫ്, ചിക്കൻ, പത്തിരി അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല. ഞങ്ങളൊരു ചായ കുടിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയിലാകുമ്പോൾ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു തട്ടുകടയിലും കൂടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തായാലും തട്ടുകടകളൊക്കെ ഇഷ്ടംമാതിരി റോഡ് സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി കിട്ടും. അവിടുന്ന് ഞാൻ ഗ്രീൻ പീസ് കറിയും നെയ് പത്തിരിയും ആയിരുന്നു കഴിച്ചത്. അക്കുവും ഹസ്ബൻഡും ചിക്കൻ ഫ്രൈയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ ഗുരുവായൂർ എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട്. അപ്പോഴേക്കും നമ്മളൊന്ന് നിർത്തി ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1:30-1:45 ആകുമ്പോഴേക്ക് നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് നടയിലായിരുന്നു നമ്മൾ റൂം ബുക്ക് ചെയ്തത്. എലൈറ്റ് ഹോട്ടൽ, യൂഷ്വലി എലൈറ്റ് ഹോട്ടൽ തന്നെയാണ് ബുക്ക് ചെയ്യുന്നത്. അതാകുമ്പോഴേക്ക് അമ്പലത്തിന് തൊട്ടടുത്തല്ലേ. അങ്ങനെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു നടയിൽ. അതുകൊണ്ട് തന്നെ വേറൊരു റൂട്ട് എടുത്തിട്ടാണ് ഈസ്റ്റ് നടയിൽ എത്തിയത്. അങ്ങനെ ഫൈനലി നമ്മൾ ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ റൂമിലെത്തി. ഹോട്ടൽ അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെയല്ല, റൂംസൊക്കെ പുതിയതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. റീയൂണിയൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ മോർ.